Good morning friends. Today we will dealing with over-the-counter exchange of India OTCEI. The seminar presented by Nandana and Megha. The topic's full discussion will be meaning of OTCEI, features of OTCEI, special features of OTCEI, need for starting OTCEI and advantages and disadvantages of OTCEI. So let's start with the introduction to OTCEI. The Over-the-Counter Exchange of India (OTCEI) is an electronic stock exchange based in India that consists of small and medium-sized firms aiming to gain access to overseas capital markets. വിദേശ മൂലധന വിപണികളിലേക്ക് പ്രവേശനം നേടാൻ ലക്ഷ്യമിട്ടുള്ള ചെറുകിടത്തരം സ്ഥാപനങ്ങൾ അടങ്ങുന്ന ഒരു ഇലക്ട്രോണിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് OTCEI. The OTCEI was incorporated in October 1999 as a company under the Companies Act 1956. It became fully operational in 1992 with the opening of a counter at Mumbai. അപ്പോൾ OTCEI or Over the Exchange of India 1919 ഒക്ടോബറിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഓപ്പറേഷൻ അത് സ്റ്റാർട്ട് ചെയ്തത് 1992 ഒരു മുംബൈയിൽ ഒരു ചെറിയ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് OTCEI അതിൻ്റെ പ്രവർത്തനങ്ങൾ 1992 സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം, നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു വലിയ ബിൽഡിംഗ്, ഇപ്പോഴാണെങ്കിൽ ഒരു വലിയ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് നടത്തുന്ന സ്ഥലമാവും നമുക്കറിയാവുന്നത്. പക്ഷേ OTCEI എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിയൊരു ബിൽഡിംഗ് ഇല്ല. രാജ്യത്തിൻ്റെ പല ഭാഗത്തായി ചെറിയ ചെറിയ കൗണ്ടറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കൗണ്ടറുകൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ആ കൗണ്ടറുകളെല്ലാം കണക്റ്റഡ് ആണ്. അതിൻ്റെ സെൻട്രൽ കൗണ്ടർ എന്ന് പറയുന്നത് മുംബൈയിലാണ്. ആ സെൻട്രൽ കൗണ്ടർ ബാക്കി എല്ലാ കൗണ്ടറുകളെയും മോണിറ്റർ ചെയ്യുന്നു. ഒരു ഇൻ്റർ കണക്റ്റഡ് ട്രേഡിംഗ് ആണ് കൗണ്ടറിൽ നടക്കുന്നത്. ഒരു ബിൽഡിംഗ് ഇല്ല. രാജ്യത്തിൻ്റെ പല ഭാഗത്തായി പല കൗണ്ടറുകൾ സ്റ്റാർട്ട് ചെയ്ത് ആ കൗണ്ടറുകളെല്ലാം ഇൻ്റർ കണക്റ്റഡ് കൗണ്ടറുകളാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കൊണ്ട് മൊബൈൽസ് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് അവിടെ ട്രേഡിംഗ് നടക്കുന്നത്. It consists of several trading counters spread across the country and interconnected through a computer network. At every counter, investor could make purchase and sale of securities. രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് കൗണ്ടറുകൾ ആണ്. ആ കൗണ്ടറുകളിൽ ഇൻവെസ്റ്റേഴ്സിന് ചേരുന്ന സെക്യൂരിറ്റീസിനെ പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യാം. ഓരോ കൗണ്ടേഴ്സും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഏത് സെക്യൂരിറ്റീസും OTCEI ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യാനും പറ്റുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് OTCEI. It is recognized by the Government of India as a recognized stock exchange under the Securities Control and Regulation Act 1956. അപ്പോൾ 1956 സെക്യൂരിറ്റീസ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ ആക്ടിന് കീഴിലുള്ള അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചായി ഇത് ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ചു. It was promoted jointly by the financial institutions like UTI, ICICI, IDBI, LIC, GIC, SBI, IFCI, etc. അപ്പോൾ അതിന് പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികളുടെ പേരാണ് UTI, ICICI, IDBI, LIC, GIC, SBI, IFCI. Over-the-counter market is a market system for securities outside the organized stock exchange. അപ്പോൾ ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് പുറത്തുള്ള സെക്യൂരിറ്റികൾക്കായുള്ള ഒരു മാർക്കറ്റ് സംവിധാനമാണ് കൗണ്ടർ മാർക്കറ്റിലുള്ളത്. അതായത് മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കപ്പെടാത്ത സെക്യൂരിറ്റീസാണ് OTCEI വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. OTCEI provides a market for smaller companies that could not fulfill the requirement for listing in large stock exchange. അപ്പോൾ വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള ആവശ്യകതകൾ നിറവേറ്റാൻ കഴിയാത്ത ചെറിയ കമ്പനികൾക്ക് OTCEI ഒരു മാർക്കറ്റ് നൽകുന്നു. ലാർജ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത സ്മോൾ കമ്പനീസിനെ സെക്യൂരിറ്റികൾ ലിസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുന്നൊരു സ്ഥലവുമാണ് OTCEI. It is a recognized stock exchange. It is spread across the country. The OTCEI is an Indian electronic stock exchange composed of small and middle capital companies. അപ്പോൾ ഇതൊരു അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ഇത് രാജ്യത്തുടനീളം വ്യാപിച്ചിരിക്കുന്നു. ചെറുകിട മിഡിൽ ക്യാപിറ്റൽ കമ്പനികൾ അടങ്ങിയൊരു ഇന്ത്യൻ ഇലക്ട്രോണിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് OTCEI.
The purpose of the OTCEI is for smaller companies to raise capital which they cannot do at the national exchanges due to the inability to meet the exchange requirements. അപ്പോൾ ചെറുകിട കമ്പനികൾക്ക് മൂലധനം സമാഹരിക്കുക എന്നതും OTCയുടെ ഒരു ലക്ഷ്യമാണ്. ഇനി നമ്മൾ OTCയുടെ ഫീച്ചേഴ്സാണ് നോക്കാൻ പോകുന്നത്. OTCEI is a full-text exchange where all the activities are fully computerized. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെടുന്ന ഒരു തറയില്ലാത്ത വിനിമയമാണ് OTCEI. Its promoters have been designated as sponsor members and they alone are entitled to sponsor a company for listing there. അപ്പോൾ അതിൻ്റെ പ്രൊമോട്ടർമാർ സ്പോൺസർ അംഗങ്ങളായി നിയമിച്ചിരുന്നു. അവിടെ ലിസ്റ്റ് ചെയ്യുന്നതിന് ഒരു കമ്പനി സ്പോൺസർ ചെയ്യണം, അവർക്ക് മാത്രമേ അവകാശമുള്ളൂ. അതായത് ഈ OTCEIക്ക് കുറേ പ്രൊമോട്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. UTI, LIC, GIC ഇങ്ങനെ ഒരുപാട് പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഈ പ്രൊമോട്ടേഴ്സിനെ OTCEI സ്പോൺസർ മെമ്പർ എന്നാണ് പറയുന്നത്. ഈ സ്പോൺസർ മെമ്പർ സ്പോൺസർ ചെയ്യുന്ന കമ്പനീസിനെയാണ് OTCEI ലിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്മോൾ കമ്പനീസ് എന്ത് ചെയ്യണം? സ്പോൺസേഴ്സിൻ്റെ അടുത്ത് ചെല്ലണം, അവരുടെ ഗ്രോത്ത്, പ്രോഫിറ്റ്, ബാലൻസ് ഷീറ്റ്, അവരുടെ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം സ്പോൺസേഴ്സ് നല്ലൊരു ഗ്രോത്ത് പ്രൊട്ടക്ഷനുള്ള കമ്പനിയാണെന്ന് തോന്നിയിട്ട് പ്രൊമോട്ടേഴ്സ് ആ കമ്പനിയെ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ OTCEIയിൽ ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. Trading on the OTCEI takes place through a network of computers or OTC dealers located at different places within the same city and even across the cities. അപ്പം ഓരോ നഗരത്തിലുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കമ്പ്യൂട്ടറുകളുടെയോ OTC ഡീലർമാരുടെയോ ശൃംഖലയിലൂടെയാണ് OTCEIയിൽ വ്യാപാരം നടക്കുന്നത്. Thus computers allow dealers to query and transact through central OTC computer using the telecommunication links. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്കുകൾ ഉപയോഗിച്ച് സെൻട്രൽ OTC കമ്പ്യൂട്ടർ വഴി ഉദ്ധരിക്കാനും അന്വേഷിക്കാനും ഇടപാട് നടത്താനും ഈ കമ്പ്യൂട്ടറുകൾ ഡീലർമാരെ അനുവദിക്കുന്നു. A company which is listed on any other recognized stock exchange in India is not permitted simultaneously for listing on OTCEI. അപ്പോൾ ഇന്ത്യയിലെ മറ്റേതെങ്കിലും അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിക്ക് ഒരേ സമയം OTCEIയിൽ ലിസ്റ്റ് ചെയ്യാൻ അനുവാദമില്ല. OTCEI ഡീൽസ് ഇൻ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർ, ബോൺസ്, ഡിബഞ്ചേഴ്സ് എക്സെട്ര. അപ്പോൾ ഓഹരികൾ, മുൻഗണന ഓഹരികൾ, ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ മുതലായവ കൈകാര്യം ചെയ്യുന്നു. OTCEI എക്സ്ചേഞ്ച് of India designed trading in debt instruments commonly known as PSU bonds and also in the equity shares of unlisted companies. അപ്പം ഷെയർസ് മാത്രമല്ല ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെയും ട്രേഡ് OTCEI കൂടെ നടക്കും. അപ്പം നമ്മൾ പറഞ്ഞത് വേറൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യാത്ത സെക്യൂരിറ്റീസാണ് OTCEIയിൽ ട്രേഡ് ചെയ്യുന്നത്. OTCEIയിലെ ട്രേഡ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്താണ് നടക്കുന്നത്. OTCEI ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പോൺസേഴ്സ് ആ കമ്പനിയെ സ്പോൺസർ ചെയ്യണം. OTCEI ഈസ് എ ഫ്ലൂലെക്സ് എക്സ്ചേഞ്ച്, രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള കൗണ്ടറുകളിലൂടെ ട്രേഡ് നടത്തുന്നത്. Special features of OTCEI: use of modern technology, restrictions for other stocks, minimum issued capital requirements, restrictions for large companies, base capital requirement of members, All India network, satellite facility, computerization of transaction. Need for starting OTCEI. Many small companies in India are finding it difficult to raise adequate capital through stock exchanges as the conditions stipulated by them could not be fulfilled. The companies must have run for minimum 3 years and they must have earned profit, and the minimum capital requirement for listing is also quite high. Hence, by promoting a new stock exchange with flexible conditions, the small and medium companies in India will be able to raise sufficient capital. Once these companies enlarge their resources, they can list themselves in a regular stock exchange. ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഇന്ത്യയിൽ പല ചെറുകിട കമ്പനികൾക്കും ആഡിക്വേറ്റായ ക്യാപിറ്റൽ കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിന് കാരണം അവർ സ്റ്റീപ്പുലേറ്റ് ചെയ്യുന്ന സർട്ടൻ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. മിനിമം 3 വർഷമെങ്കിലും ഒരു കമ്പനി റൺ ചെയ്യണം. അതോടൊപ്പം തന്നെ സർട്ടൻ പ്രോഫിറ്റ് കളക്ട് ചെയ്യും വേണം. മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഇവിടെ വളരെ ഹൈ ആണ്.
ഒരു പുതിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഇന്ത്യയിലെ സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസിന് സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യാവുന്നതാണ്. ഒരു കമ്പനി അവരുടെ റിസോഴ്സ് എൻലാർജ് ചെയ്യുമ്പോൾ അവർക്ക് റെഗുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരാവുന്നതാണ്. Advantages of OTCEI to companies provides method of raising funds through capital market instruments which are priced fairly, saves unnecessary issue expenses on raising funds from capital market, offer documents of companies seeking listing on OTCEI will not be investigated by SEBI, retains greater degree of management stability, provides greater accessibility to large pool of capital investors base. ഇവിടെ കമ്പനികളുടെ കാര്യത്തിലാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫെയർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഫണ്ട്സ് റേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസ് ഇഷ്യൂസ് എല്ലാം ഇവിടെ സേവ് ചെയ്യുന്നതാണ്. OTCEI ലിസ്റ്റിൽ കമ്പനികളുടെ ഡോക്യുമെൻറ്റ്സ് വാഗ്ദാനം ചെയ്യുന്ന കമ്പനീസ് ഓഫർ ഡോക്യുമെൻറ്റ്സ് സെബി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതല്ല. മാനേജ്മെൻറ്റ് സ്റ്റെബിലിറ്റി അതുപോലെ ഗ്രേറ്റർ ആക്സസിബിലിറ്റി എല്ലാം ഇൻവെസ്റ്റേഴ്സിന് OTCEI നൽകുന്നുണ്ട്. ടു ഇൻവെസ്റ്റർ investment in stock become easier, provides greater confidence and fidelity trade, enables transactions to be completed quickly, provides definite liquidity to investors. Investors may get a greater sense of security. ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്റ്റോക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഒരു വിശ്വസ്തയും ഇൻവെസ്റ്റേഴ്സിന് OTCEI നൽകുന്നുണ്ട്. ട്രാൻസാക്ഷൻസ് വളരെ എളുപ്പമായിട്ടും ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡിറ്റിയുടെ കാര്യത്തിലായിട്ടും സെക്യൂരിറ്റീസ് ആയിട്ടും അവർക്ക് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. ടു എക്കോണമി OTCEI will help spread the stock exchange operations geographically and integrate capital market instruments into a forum. Encourage closely held companies to go public, encourages venture capital activities to boost entrepreneurs. ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് ജിയോഗ്രഫിക്കലി ഇംപ്രൂവ് ചെയ്യാനും ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫോറമാക്കാനും OTCEI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലോസ്ലി ഹെൽഡായ കമ്പനീസിനെ പബ്ലിക്കായിട്ടും അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ആക്ടിവിറ്റീസിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റർപ്രനേഴ്സിലേക്ക് ഒരു എൻകറേജ്മെൻ്റ് ആയിട്ടും OTCEI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് OTCEI. The key risk involved in trading over-the-counter OTC stocks from lack of dependable information and the fact that OTC stocks are usually very delicately traded markets. Lack of a clearing house or exchange result in increased credit or default risk associated with each OTC contract. Precise nature of risk and scope is unknown to regulators, which leads to increased systematic risk. Lack of transparency, speculative nature of transaction causes market integrity issues. ഇവിടെ OTCEIയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ഇൻഫോർമേഷൻ വളരെ കുറവാണ്. ട്രേഡ് മാർക്കറ്റിൽ OTC സ്റ്റോക്കുകൾ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കാണാം. ക്ലിയറിംഗ് ഹൗസിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റിസൾട്ടിൽ ഉണ്ടാവുന്ന കുറവ് ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു റിസ്ക് ഫാക്ടർ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. റെഗുലേറ്റേഴ്സിൻ്റെ ഇടയിൽ റിസ്കിൻ്റെ നേച്ചർ അൺനോൺ ആയതുകൊണ്ട് സിസ്റ്റമാറ്റിക് റിസ്കുകൾ ഇൻവോൾവ് ചെയ്യാൻ അഥവാ ഇൻക്രീസ് ആവാൻ വളരെയധികം സാധ്യതയുണ്ട്. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, സ്പെക്കുലേറ്റീവ് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് മാർക്കറ്റ് ഇൻ്റഗ്രിറ്റിയിൽ പല ഇഷ്യൂസും ഉണ്ടാവാൻ ചാൻസുകളുണ്ട്.
Conclusion: OTCEI is helpful for small and medium-sized companies to raise capital from the public at a low cost. Second-tier markets such as OTCEI has been performing well in countries such as the US, UK. The more popular one is the National Association of Securities Dealers Automatic Quotations in US. Even though OTCEI has been around for long, it is not that popular among the investors in India due to no major promising returns in past. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ OTCEI വളരെ ഹെൽപ്ഫുൾ ആണ് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് കമ്പനീസിന് അവർക്ക് ലോ കോസ്റ്റിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് ടയർ മാർക്കറ്റായ OTCEI UK US പോലെയുള്ള രാജ്യങ്ങളിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ US ഏറ്റവും ഫേമസ് ആയത് നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഡീലേഴ്സ് ഓട്ടോമാറ്റിക് കൊട്ടേഷൻസ് ആണ്. പക്ഷേ ഇന്ത്യയിൽ OTCEIക്ക് അധികം പ്രാധാന്യം ലഭിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഉള്ള ഒരു കൺഫ്യൂഷൻ കാരണമാണ്. കാരണം ഭാവിയിൽ റിട്ടേൺസ് ലഭിക്കാൻ വളരെ കുറവായതുകൊണ്ട് OTCEIയിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. താങ്ക് യു.